ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന അമേരിക്കയ്ക്കും ഡൊണാൾഡ് ട്രംപിനും അപ്രതീക്ഷിത പ്രഹരമാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അമേരിക്കയ്ക്ക് മുൻപിൽ കൊട്ടിയടച്ചതോടെ പ്രതിരോധത്തിലായ രാജ്യം കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തങ്ങളുടെ സഖ്യകക്ഷികളുടെ സഹായം തേടിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് ട്രംപ് ലോകരാജ്യങ്ങളോട് പരസ്യമായി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ജപ്പാനും ഓസ്ട്രേലിയയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ ട്രംപിന്റെ ഈ ആവശ്യത്തെ നിഷ്കരുണം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ട്രംപ് എന്തുമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാലും മുട്ടുമടക്കാൻ തയ്യാറല്ലെന്ന സൂചനയാണ് രാജ്യങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ലോക പോലീസ് പട്ടം ധരിച്ച് ഏത് രാജ്യത്ത് കയറിയും തോന്നിവാസം കാണിക്കാമെന്ന ട്രംപിന്റെ അഹങ്കാരത്തിനാണ് രാജ്യങ്ങളെല്ലാം കൂടി തടയിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കപ്പെട്ടതോടെ ലോകത്തെ എണ്ണ വിപണി വലിയ തോതിൽ നിശ്ചലമായിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങേണ്ട എണ്ണക്കപ്പലുകൾ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം മുതലെടുത്ത് തന്റെ സഖ്യകക്ഷികളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനായിരുന്നു ട്രംപിന്റെ നീക്കം. അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഇറാനെ നേരിടാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്നതായിരുന്നു ലോകരാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടത്. എന്നാൽ ട്രംപിന്റെ വാക്കിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ട്രംപിന്റെ ആവശ്യം രാഷ്ട്രങ്ങൾ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ഹോർമുസ് വഴി ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വഴി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണമെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ അമേരിക്കയുടെ ഈ യുദ്ധക്കൊതിക്ക് കൂട്ടുനിൽക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകൈച്ചി പരസ്യമായി പ്രഖ്യാപിച്ചു. ഹോർമുസിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ജപ്പാൻ താൽപര്യപ്പെടുന്നതെന്നുമാണ് അവരുടെ ഔദ്യോഗിക നിലപാട്. ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയും ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഓസ്ട്രേലിയയുടെ പ്രതികരണവും ജപ്പാന്റേതിൽ നിന്നും വ്യത്യസ്തമല്ലായിരുന്നു. തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഹോർമുസിലേക്ക് അയക്കാൻ യാതൊരു പദ്ധതിയും നിലവിലില്ലെന്ന് ഓസ്ട്രേലിയൻ ഗതാഗത മന്ത്രി കാതറിൻ കിങ് വ്യക്തമാക്കി. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ആവശ്യം വന്നാൽ പോലും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് ഓസ്ട്രേലിയ അറിയിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ പ്രതിപക്ഷവും സമാനമായ നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ഫ്രാൻസും തങ്ങളുടെ നിലപാട് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമുസിലേക്ക് സേനയെ അയക്കില്ലെന്ന് ഫ്രാൻസും വിസമ്മതം അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് വണ്ണിൽ ഇരുന്നാണ് ഇത്തരമൊരു സഹായ അഭ്യർത്ഥന നടത്തിയത്. പക്ഷേ മുഖത്തടിച്ച പോലെ ട്രംപിന്റെ ആവശ്യം സഖ്യകക്ഷികൾ ഒന്നിനു പിറകെ ഒന്നായി തള്ളിക്കളഞ്ഞതോടെ പ്രസിഡന്റിന്റെ പ്രതിച്ഛായയ്ക്ക് നല്ലവണ്ണം മങ്ങലേറ്റിട്ടുണ്ട്. ബ്രിട്ടന്റെ നിലപാടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. യുദ്ധക്കപ്പലുകൾ നേരിട്ട് അയക്കുന്നതിന് പകരം കടലിലെ മൈനുകൾ നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അയക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് അവർ നിലവിൽ ആലോചിക്കുന്നത്. യുദ്ധക്കപ്പലുകൾ കടലിടുക്കിലേക്ക് വിടുന്നത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ അമേരിക്ക ആവശ്യപ്പെട്ടപ്പോൾ വിമാനവാഹിനി കപ്പലുകൾ അയക്കാൻ മടിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് യുദ്ധം ജയിച്ച ശേഷം കപ്പലുകൾ അയച്ചിട്ട് കാര്യമില്ലെന്ന് ട്രംപ് പരിഹസിച്ചിരുന്നു. ദക്ഷിണ കൊറിയയും നിലവിൽ ഈ വിഷയത്തിൽ ട്രംപിനൊപ്പം ചേരാൻ തയ്യാറായിട്ടില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്ക് സാമ്പത്തികമായി വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അമേരിക്കയുടെ സൈനിക നീക്കത്തിൽ പങ്കാളിയാകാൻ അവർക്കും താൽപ്പര്യമില്ല. യുദ്ധം ദീർഘകാലത്തേക്ക് നീളുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കുകയാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ബിസിനസ് മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞു. ഖത്തർ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ GDPയിൽ 14% ഇടിവുണ്ടാകുമെന്നാണ് ഗോൾഡ്സ്മാൻ സാക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എണ്ണ വിപണിയിലെ ഈ തകർച്ച ലോകമാകെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്നിട്ടും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതെ യുദ്ധം കടുപ്പിക്കാനാണ് ട്രംപും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ തങ്ങൾ ബലിയാടുകളാകില്ലെന്ന തീരുമാനത്തിൽ സഖ്യകക്ഷികൾ ഉറച്ചു നിൽക്കുകയാണ്. തന്റെ സഹായ അഭ്യർത്ഥനകൾ രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക പണ്ട് മുതൽക്കേ ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നുണ്ടെന്നും ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് വലിയ വഞ്ചനയാണെന്നുമാണ് ട്രംപിന്റെ പക്ഷം. ഇറാന്റെ മിസൈൽ ശേഷി തങ്ങൾ തകർത്തു കഴിഞ്ഞുവെന്നും ഇനി കടലിടുക്ക് തുറക്കുന്നത് ഒരു ചെറിയ ജോലി മാത്രമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും സഖ്യകക്ഷികൾ അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങിയ യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ്. സഹായത്തിനായി കഴിയുന്ന ട്രംപിന്റെയും അത് നിരസിക്കുന്ന സഖ്യകക്ഷികളുടെയും വാർത്തകൾ ഇസ്രായേൽ ഭരണകൂടത്തെയും പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. നെതന്യാഹുവും ട്രംപും ചേർന്ന് നെയ്തെടുത്ത സ്വപ്നങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.